ഈ ബാലമണിയിട്ട് കുടുംബമായിട്ട് ജീവിക്കണം. ഞങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കണം. അവരുടെ കഴുത്തിൽ കിടക്കുന്ന തോസിമാലയല്ലേ ഇത് 3-ാം വരവിലെ 500-ാം അധ്യായം. കല്യാണം കഴിഞ്ഞാണോ? അതെല്ലോ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഞെട്ടിച്ച് നമ്മുടെ കേശുവിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല. നമ്മുടെ ലച്ചു നമ്മുടെ കനകാന്റിയൊക്കെ ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തകർന്ന് എന്താണിത് സംഭവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഒരു പിടിയില്ലാതെ നിൽക്കുന്നുണ്ടേ. ഒരു കൂട്ടുകാരൻ നമ്മുടെ കേശുവിന്റെയും ബാലാമണി നാട്ടോ പെണ്ണിന്റെ പേര് ബാലാമണിയുടെയും കഴുത്തിൽ തുളസിമാല ഇട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഒരുമിച്ച് വേണം ജീവിക്കാൻ എന്ന് പറയണം. അപ്പം നമ്മുടെ ബാലാമണി നമ്മുടെ കേശുവിനോട് പറയുന്നുണ്ട്, കേശു ചേട്ടാ നമുക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കണോട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഇവരും നമ്മുടെ പാറമട വീടിന്റെ മുറ്റത്ത് ഗേറ്റിന്റെ അവിടെ വന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അപ്പത്തേക്കും നമ്മുടെ പാറക്കുട്ടിയും ലച്ചുവും കനകാന്റിയും ഈ ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പൊ ലച്ചു ഇങ്ങനെ നോക്കുന്നുണ്ട്, വല്ലാതെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കനകാന്റിയോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ അവരുടെ കഴുത്തിൽ തുളസിമാലയല്ലേ കിടക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കനകാന്റി പറയുന്നുണ്ട്, ശരിയാണല്ലോ ഈശ്വര, കേശുവിന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പാറക്കുട്ടി ഇത് കണ്ടപാടെ അവരുടെ അടുത്തേക്ക് പോയിട്ട് നമ്മുടെ ബാലാമണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ കേശു അവിടെ നിന്നും നൈസായിട്ട് തടി തപ്പുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാലാമണി പറയുന്നുണ്ട്, ആ കല്യാണം കഴിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കേശു ഉണ്ടല്ലോ മാലയെ കൂരി വെച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ നമ്മുടെ പാറമട വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുവാട്ടോ. അപ്പൊ നമ്മുടെ ലച്ചു ആണെങ്കിൽ എന്താണ് നിനക്കൊരു കള്ളത്തരം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേശുവിനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുവാണേ. ലാസ്റ്റ് നമ്മുടെ കേശുവിനെ പറ്റി നമ്മുടെ ലച്ചു കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ കളിയാക്കി പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കേശു, കല്യാണോ? എന്ത്? ആരുടെ? എന്നൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ കിടന്ന എന്താ തടി തപ്പുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കാട്ടോ. അപ്പൊ ഒരു കിടിലൻ എപ്പിസോഡാട്ടോ വരാൻ പോകുന്നത്. നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.